സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങളൊന്ന് ഓതി നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ പലരും തെറ്റിക്കാറുണ്ട്. എങ്ങനെയാണ് തെറ്റ് വരുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ഐനാണ് ഉച്ചരിക്കേണ്ടത്. അവിടെ ചിലർ ഐൻ ഉച്ചരിക്കാതെ ലാമിനെ തന്നെ നീട്ടിയിട്ട് പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേൾക്കുമ്പോൾ രണ്ട് സെയിമാണ് അല്ലേ? പക്ഷേ ഒന്നിൽ റബ്ബിൽ ലാമിന് സുക്കൂൻ ചെയ്തിട്ട് ഐന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റബ്ബിൽ ആലമീൻ. രണ്ടാമത് തെറ്റായിട്ട് ഓതുമ്പോൾ റബ്ബിൽ ആലമീൻ, വെറും ലാമിനെ നീട്ടിയിട്ട് അടുത്ത ലാമിനെ പറയാണ്, ഐനിടയിൽ പറയുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ നിസ്കരിക്കുമ്പോൾ, ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സ്പീഡിൽ ഓതിപ്പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പം അത് തെറ്റാതെ ശ്രദ്ധിക്കണം. അക്ഷരം പോയാൽ പിന്നെ ഫാത്തിഹ ശരിയാവില്ലല്ലോ. ഫാത്തിഹ ശരിയായില്ലെങ്കിൽ പിന്നെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അതുപോലെ അർ-റഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ, അവിടെ കൂട്ടി ഓതുന്നവരുണ്ട്. അപ്പൊ കൂട്ടി ഓതുകയാണെങ്കിൽ അർ-റഹ്മാനിർ റഹീമി മാലികി അങ്ങനെ തന്നെ ഓതണം. രണ്ട് മീമും പറയണം. ചിലർ ഒരു മീമേ പറയുള്ളൂ. അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഓതിപ്പോകുന്നുണ്ട്. അപ്പൊ അത് തെറ്റാവും, ഒരക്ഷരം അവിടെ പോകും. അങ്ങനെ പോയാൽ ഫാത്തിഹ നഷ്ടപ്പെടും. ഫാത്തിഹ പോയാൽ പിന്നെ നിസ്കാരം ബാത്തിലായി പോകും. അപ്പൊ അവിടെ കൂട്ടി ഓതുന്നുണ്ടെങ്കിൽ അർ-റഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ അങ്ങനെ തന്നെ ഓതുക. അല്ലെങ്കിൽ അർ-റഹ്മാനിർ റഹീം അവിടെ നിർത്തുക, മാലികി യൗമിദ്ദീൻ അടുത്ത മീമ് കൊണ്ട് തുടങ്ങാം. ഇനി മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അവിടെ മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു, ഹംസ അത് കസ്റാണല്ലോ, അത് ശരിക്കും പറയണം. അപ്പൊ അവിടെ ഹംസയെ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാലോ അക്ഷരം പോയി, നിസ്കാരം തന്നെ പോകും. അപ്പൊ മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു അങ്ങനെ ഓതണം. മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു അങ്ങനെ ഓതിയാൽ തെറ്റിപ്പോവും, അക്ഷരം പോവും. നിയ്യാക എന്നാവും, നിയ്യ നീ കഴിഞ്ഞിട്ട് ഈ ഉണ്ട്, നീ ഇയ്യാക. മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു, അപ്പൊ അക്ഷരം അവിടെ വിട്ടുപോകുന്നത് ശ്രദ്ധിക്കാം. കൂട്ടി ഓതുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണത്. സിറാത്തൽ ലദീന അൻഅംത അധികം ഓതുക. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം സ്പീഡിൽ ഓതിട്ട് അങ്ങനെ പോകും. അവിടെ സിറാത്തൽ ലദീന നൂന് കഴിഞ്ഞാൽ പിന്നെ അൻഅംത അല്ലേ, അൻഅംത, അവിടെ സിറാത്തൽ ലദീന അൻഅംത എന്നായി പോയാൽ കുറെ അക്ഷരങ്ങൾ അവിടെ നഷ്ടപ്പെടും. അപ്പൊ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അപ്പൊ അത് ശ്രദ്ധിക്കുക. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അവിടെ അലൈഹിം കഴിഞ്ഞിട്ടൊരു മീമുണ്ട്, പിന്നെ വാവുണ്ട്. രണ്ടക്ഷരവും കറക്റ്റ് പറയണം. മീമിന് സുക്കൂന് കറക്റ്റ് പറഞ്ഞിട്ട് വാവ് പറയുമ്പോൾ വാവ് നമ്മുടെ ചുണ്ട് റൗണ്ടാക്കി പിടിച്ചിട്ടാണല്ലോ വാവ് പറയാം. മലയാളത്തിലെ വാവ് പറയും പോലല്ല. അപ്പം പിന്നെ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് വലദ്ദാലീൻ്റെ വാവ് വേറെ തന്നെ പറയണം. മീമിൻ്റെ സുക്കൂന് മീമ് കറക്റ്റ് ചുണ്ട് കൂടി എന്ന് ഉറപ്പ് വരുത്തണം. അപ്പം അവിടെയും ഈ മീമ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അക്ഷരം നഷ്ടപ്പെട്ടാൽ അവിടെ തന്നെ ഫാത്തിഹ പിന്നെ അത് സ്വഹീഹാവുകയില്ല. അപ്പോൾ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഏതായാലും നിസ്കരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിയുന്നത്ര സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ.